ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ ദൈവകൽപിതമാണ്. പ്രപഞ്ചം കണ്ട എക്കാലത്തെയും പ്രതിസന്ധി യേശുക്രിസ്തുവിന്റെ ക്രൂശ്-മരണമാണ്. മരണത്തെ ജയിച്ച് ഉയർത്ത ക്രിസ്തേശുനാഥൻ മാനവ മക്കൾക്ക് നിത്യവിജയത്തിന്റെ വീരനായകനാണ്. യഥോചിതം ആ മാർഗത്തെ പിന്തുടരുന്ന ഏതൊരു മനുഷ്യനും ഒരു അന്തിമ വിജയമുണ്ട്. പോരാടി നേടുന്ന വിജയത്തിന്റെ തിളക്കം കൂടുതലാണ്. തിളക്കമുള്ള വിജയപ്രാപ്തിക്കായി കരുതലോടെ മുന്നേറുവാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സവിനയം സമർപ്പിക്കുന്നു മുന്നേറ്റം. ഹലോ 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 പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്നൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ് സഹോദരാ, എന്തുണ്ട് വിശേഷം? ഇവിടെ എന്തോ വിശേഷം? നീ കുറച്ച് കഴിഞ്ഞ് തോട്ടത്തിലോട്ടൊക്കെ അതല്ലാതെ മറ്റെന്തോ വിശേഷം? മക്കളൊക്കെ സുഖമായിരിക്കുന്നോ? മക്കളൊക്കെ എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ദിവസം വിളിച്ചായിരുന്നു. സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്താ വിളിച്ചതെന്ന് അറിഞ്ഞോ? പറഞ്ഞോളൂ. കഴിഞ്ഞ ആഴ്ച പാസ് പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, വചനത്തെ പറ്റിയാണോ അതോ? അല്ല, നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിന് തെരഞ്ഞെടുക്കുന്ന ദിവസം. ഞാൻ കേട്ടായിരുന്നത്. അതിനെ പറ്റി എന്താണ് മോളെ? അച്ചായൻ ഞങ്ങളൊക്കെ വിചാരിച്ചേക്കുന്നേ, അച്ചായന് നല്ല കഴിവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അച്ചായനെ അങ്ങനെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കോ? എന്റെ പൊന്നു മോളെ, അത് മാത്രം എന്നോട് പറഞ്ഞു. പണ്ടായിരുന്നു ഈ സ്ഥാനമാനങ്ങളൊക്കെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പം പള്ളിയിൽ പോവുക, ആരാധിക്കുക, സുവിശേഷം പറയുക, ഇതല്ലാതെ മറ്റൊരു ജീവിതം ഇപ്പൊ എന്നെ എനിക്കില്ല. സത്യം പറയാം. അയ്യോ, അങ്ങനെയായിരുന്നു. ഞാനത് അറിയാനായിട്ടായിരുന്നേ വിളിച്ചത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അങ്ങനെ ആയിക്കോട്ടെ. ചാണ്ടിക്കുഞ്ഞേ, എടാ ചാണ്ടിക്കുഞ്ഞേ. വരുന്നു. ഇന്നിപ്പോ രണ്ടെന്നാണ് വിളിച്ചത്. നീ ഇവിടെ നീ ആ ഏലം വിറ്റ കാശൊക്കെ നീ എടുത്തായിരുന്നു. എന്തൊക്കെയാണ് ശരി. ദൈവത്തിന് കൊടുക്കാനുള്ള ദശാംശം വെച്ച് കഴിഞ്ഞു. ബാക്കി എല്ലാം അലമാരി കുത്തിവെച്ചോ. കള്ളന്മാരുടെ സ്ഥലമായിരുന്നു കേട്ടാ. അലമാരിയില്ല, കള്ളന്മാരുണ്ടായിട്ടാണ് അലമാരിക്ക് ബാഗ് കൊണ്ടുവെക്കാൻ അറിയത്തില്ല. CCTV ക്യാമറ നോക്കിയാൽ തിരിച്ച് കള്ളന്മാര് പൈസ കള്ളന്മാര് എടാ എന്തൊക്കെ പറയാം. നമ്മുടെ ദൈവമക്കളല്ലേ. നമ്മുടെ ഈ വലിയ ദൈവം ദൂതന്മാരെ വെച്ച് കാവലി വരുന്നു. മാത്രമല്ല, ബൈബിൾ നീ വായിച്ചിട്ടില്ലേ? ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല പറഞ്ഞു. ഇതാ എന്നോട് പറഞ്ഞു ബൈബിൾ വല്ലപ്പോഴും ഒന്ന് വായിക്കണം. ബൈബിൾ വെച്ച് കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിന്നോടിപ്പം പറഞ്ഞു എന്താ ചെയ്യാ? ചെല്ലു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചോണേ. ഇതാരടിയോ? കുഞ്ഞാമ്മ, ഇതാ നിന്നെ പറ്റി ഇപ്പൊ അങ്ങോട്ട് ഓർത്തതേ ഉള്ളല്ലോ. പക്ഷേ മക്കളെല്ലാം കൊള്ളല്ലോ. അതൊക്കെ നിന്നെ ഇപ്പൊ ഉത്തരവാദിത്തം. നിന്റെ അളിയൻ ഇപ്പൊ എന്നാ വന്നു? നിങ്ങള് കൃത്യനിഷ്ഠമായിട്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? പക്ഷേ ഓർമ്മയുണ്ടല്ലോ, യേശു ഇല്ലാതെ പറഞ്ഞിട്ട് സമാധാനം സന്തോഷം കാണുന്നില്ല. നല്ല സമയത്ത് പള്ളിയിൽ പോയിക്കണം. ആൺകുട്ടാ, നീ എന്തോടാ പഠിക്കുന്ന പോലെ? അവന് പഠിക്കണമെന്ന് നോക്കില്ലേ? തന്നോട് അക്സ, നീ ഇപ്പൊ എന്ത് പഠിക്കുന്നേ? പിള്ളേർ പഠിക്കണം ബോധം വേണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എത്ര നോക്കാൻ ഉണ്ടെന്ന് അറിയാം. ഇതൊന്നും കൊച്ചു വാങ്ങിക്കണം. നീ എത്ര പഠിച്ചു എല്ലാ കാശും ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ,
ഞാൻ ചടച്ചു പോകണ്ട. നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ? നീ അവർക്ക് ഫുഡൊന്നും കൊടുക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ എന്താ പഠിക്കുന്നേ? ഇല്ല ആണല്ലേ? ഇപ്പം പിള്ളേരെ കൊച്ചു പിള്ളേരല്ലേ? ഞാനൊക്കെ ഇതിനേക്കാളും നടക്കാനായിരുന്നു. കൈപ്പുട്ടിയൊന്നും പോയിട്ടില്ല. ഇത് ഞാൻ പിടിച്ചെടുത്ത് വെച്ചേ, നാളെ പാക്കി വെച്ചു. എന്റെ പൊന്നു വെച്ച് ഇത് പണ്ടേ എന്നോട് ഇത് പറഞ്ഞതല്ലേ? അതെല്ലാം തക്ക സമയത്ത് വേണ്ടിയവർക്ക് വേണ്ടി കൊടുക്കുന്നു. നീ പേടിക്കണ്ട, നിനക്ക് നിന്റെ മക്കൾക്ക് വേണ്ടി തന്നെ അത് എഴുതി വെച്ചേക്കുന്നു. പിന്നെ അത് ഇന്ന് പോകണം, നാളെ പോയപ്പോ മനസ്സിനാണ് പേടിയാ. ഞാനിപ്പോഴും പേടിയാണോ? തന്നെ ഇരുന്നാ അതേ അന്വേഷണം അവരോട് ഇങ്ങോട്ട് കിടക്കുന്നതാണ്. ബസ്സും അതൊക്കെ ഉണ്ടല്ലോ. ക്ലാസ്സിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ഭയങ്കര പേടിയാണ്. ഞാൻ ഉള്ളപ്പോ പോലും എപ്പോഴും ക്ലാസ്സിനെ വീട്ടിലൊക്കെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. എന്നാലേ നമുക്ക് വിജയം കിട്ടണം. മനസ്സിലായോ? ഹലോ ഹലോ ചാണ്ടിക്കുഞ്ഞേ, ഹലോ. നീ ഒന്ന് ഓടി വേണം. മരുന്ന് മാത്രം ഒന്നും കഴിക്കത്തില്ല. കപ്പനെ പോയിക്കൊണ്ടിരിക്കും. ഇയാൾ മതി കിടന്നാ എനിക്ക് നീ പാരേ. പ്രതിസന്ധിയുടെ രംഗപ്രവേശനം പ്രവചനാതീതമാണ്. മാനുഷിക ഉൾക്കാഴ്ചയ്ക്കതിനെ തിരിച്ചറിയാനാകില്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ വിരുന്നുകാരനായ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനെ ചില ഏകാന്ത തുരുത്തുകളിൽ കൊണ്ട് ചെന്ന് എത്തിക്കും. ആരോഗ്യം, ധനം, മാനം എന്നിവയൊക്കെ നിസ്സഹായിയുടെ പര്യായപദമായി മാറുകയാണ് ഇവിടെ. ദൈവപ്രവൃത്തിയുടെ ഭുജബലം വെളിപ്പെടുന്നതും ഈ തരത്തിൽ തന്നെയാണ്. കപടതയുടെ മുഖം മൂടി ഇല്ലാത്ത ഒരു ദൈവഭക്തന് ജീവിത വൈതരണികൾ തന്നെ ദൈവത്തോട് ചേർത്തണയ്ക്കുന്ന ധന്യ നിമിഷങ്ങളാണിത്. ആരോഗ്യവാനും ധനാഢ്യനുമായിരുന്ന വർക്കിച്ചാൽ ഇന്ന് ശയ്യാവലംബനാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രമായി തന്നെ സ്നേഹിച്ചവർ ഇന്ന് എവിടെയാണ്? താൻ കൈപ്പിടിയിൽ ഒതുക്കിയ വിശുദ്ധിയും വേർപാടും തന്നെ എങ്ങനെ തുണച്ചു? ഇതാ തുടർന്ന് നമുക്ക് കാണാം. ഇനി ഞാൻ പാസ്റ്റിനെ ഒന്ന് വിളിച്ചു പോകും നോക്കാം. ഫോണും ബിസി, ലാലും ബിസി. നീ ഏത് കുഞ്ഞാടാണോ വിളിച്ചോണ്ട്? ഒരു കാര്യം പറഞ്ഞേക്കാം, താങ്കളുടെ മക്കള് കണ്ടു വരുന്നുണ്ട്. ഞാൻ അവര് പറയുന്നത് കേട്ടാ മതി. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്റെ കഥയിൽ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. Oh my God, what happened to my dad? Last time he came here on vacation, he was in perfect condition. Dad, I'm so sad. What happened? Oi, Chan, this is your fault. You
You are supposed to be taking care of my dad. This is coming out of your check. എന്തോന്ന് ചെക്ക് ഇത്ര പൊന്നുപോലെ എനിക്ക് മനുഷ്യനെ നോക്കിയത് എപ്പോ നോക്കിയാലും കുറെ ബൈബിൾ വായിച്ചോണ്ടിരിക്കുന്നതാണ് മരുന്ന് എടുക്കത്തില്ല ഒന്നും നോക്കത്തില്ല എന്റെ മണ്ടക്കിട്ട് കയറും തന്നെ എനിക്ക് നമ്മൾ അനുഭവിച്ചാൽ You didn't have a checkup? മതി എന്തോ ചെക്കപ്പ് ഇംഗ്ലീഷിൽ ആരോ പറയാതെ ഓടി ഒന്ന് നോക്കി I'm calling you proper. Don't like you. ആ പിന്നെ ഡോക്ടർ Hello? Hello. Dr. Andrew? Yes. Come over here quickly because my dad is in a horrible state. Oh my God, I will come very soon. Bye. രണ്ട് പേരും ഇതാണോ ഡോക്ടർ Sorry, medical science. Medical science cannot help. Sorry. കുഞ്ഞാണ്ടിനെ വിളിക്കുക. ഹലോ കുഞ്ഞാണ്ടി. ഡാഡി വന്നിരിക്കുക. എന്റെ കുഞ്ഞാണ്ടി. ഞാനോ ഈ കാര്യമാണ് ശരിക്കും എടുക്കട്ടെ Send it to a nurse. I'm ready to take the next flight to Belfast tomorrow morning. At least I have a life. I have to go to Canada. I'm really busy. What about her? Is it You Canada? live right across the road. ചാണ്ടി പെണ്ണിപ്പോയല്ലേ You live right across the road. Yeah, you can. നിങ്ങളൊന്നും പറയണ്ട പറയുന്ന കേൾക്കുന്നത് ഇതിന് ഇച്ചിരി ബുദ്ധിയുണ്ട് I've been there. വലിയ കാനഡയൊന്നും Look, I'm gonna book a place in the nursing home now. If I ആരും സഹായം എല്ലാവരും പാരും കണ്ടും കാണാതെയും പോകുന്നവൾ എന്നാണെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ എന്നാ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ പിള്ളേരും പോയി എല്ലാരും പോയി ഇനി ഞാൻ തന്നെ ഇയാളെ നോക്കും അവിടെ വല്ല കിടന്നാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നീയാണോ എന്നെ സൗഖ്യമായത് എന്നെ നന്ദി സ്തോത്രം നന്ദി പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ